പട്ടിക്ക് വേണ്ടി സ്വർഗം ഉപേക്ഷിച്ച ഒരാളുണ്ട്, അതാണ് യുധിഷ്ഠിരൻ. മഹാഭാരതത്തിൽ സ്വർഗാരോഹണ പർവ്വമുണ്ട്, 18 പർവ്വങ്ങൾ. സ്വർഗാരോഹണ പർവ്വത്തിൽ ഈ 6 പേര് ദ്രൗപദിക്കൊപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ആദ്യം ദ്രൗപദി വീണു. അപ്പൊ ഭീമൻ ചോദിച്ചു, നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പാടും ത്യാഗവും സഹിച്ച ഈ ദ്രൗപദി എന്താ വീഴാൻ കാരണം? അപ്പോൾ പറഞ്ഞു, നമ്മൾ 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നെങ്കിലും അവൾക്ക് ഒരു പ്രത്യേക സ്നേഹം ആരുണ്ടായിരുന്നു? അർജുനനോടുണ്ടായിരുന്നു. അത് പക്ഷഭേദമാണ്, അതുകൊണ്ടാണ് അവള് വീണത്. കുറച്ചു കഴിഞ്ഞപ്പോ സഹദേവൻ വീണു. സഹദേവൻ വീണപ്പോ ഇവനെന്താ വീഴാൻ കാരണം? ഇവൻ വലിയ ആയുധാഭ്യാസിയാണ്, വിജ്ഞാനിയാണെന്ന് അഹങ്കരിച്ചിരുന്നു, അതുകൊണ്ടാണ് അവൻ വീണത്. കുറച്ചു കഴിഞ്ഞപ്പോൾ നകുലൻ വീണു. ഇവൻ സൗന്ദര്യത്തിൽ വല്ലാതെ ഭ്രമിച്ചിരുന്നു, അതുകൊണ്ട് അവൻ വീണു. കുറച്ചു കഴിഞ്ഞപ്പോൾ അർജുനൻ വീണു. അർജുനൻ വീണപ്പോ ഇവനെന്താ വീഴാൻ കാരണം? ഇവൻ വില്ലാളി വീരനായതിൽ വല്ലാതെ അഭിമാനിച്ചിരുന്നു, അഹങ്കരിച്ചിരുന്നു, അതുകൊണ്ടായിരുന്നു അവൻ വീണത്. ഭീമൻ വീണു. അപ്പൊ ചോദിച്ചു, ചേട്ടാ പോകരുത്, നിൽക്കൂ, ഞാനെന്താ വീഴാൻ കാരണം? നീ ഭക്ഷണം കിട്ടിയപ്പോൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ചില്ല. ഭക്ഷണപ്രിയനായിരുന്നു ആര്? ഭീമസേനൻ. അപ്പൊ ഈ സമയം അത്രയും വർഷങ്ങൾ ഇവരുടെ യാത്രയുണ്ട്. ഈ കാലം അത്രയും ഇവരുടെ കൂടെ ഒരു പട്ടി ഉണ്ടായിരുന്നു. ഒരു പട്ടി ചുമ്മാ ഇങ്ങനെ ഇവരുടെ കൂടെ നടന്നതാണ്. നമ്മൾ കാശിയിലൊക്കെ പോയി ചില പട്ടികളില്ലേ പിന്നാലെ പോലും, ശബരിമലയിലേക്ക് പോയ ആളുടെ പിന്നാലെ പട്ടി സഞ്ചരിക്കുന്നു, ഒക്കെ നമ്മൾ പത്രത്തിൽ കാണും. എന്താണെന്നറിയില്ല, അങ്ങനെ ഒരു പട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ യമദേവനും കൂട്ടരും ദേവലോകത്തെ വലിയ വിമാനമൊക്കെ ആയിട്ട് യുധിഷ്ഠിരന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങളൊരു സംഭവമാണ്, വിമാനത്തിൽ കയറിക്കൊള്ളു പറഞ്ഞു. നമ്മൾ സ്വർഗത്തിലേക്ക് പോവുകയാണ്, വിമാനത്തിൽ കയറുമെന്ന് പറഞ്ഞു. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, ഈ പട്ടിയെ കൂടി കയറണമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അയ്യോ പട്ടിയെ കയറ്റാൻ പറ്റില്ല. എന്തേ? പട്ടിയുടെ കർമ്മഫലത്തിനനുസരിച്ച് പട്ടി ചത്തിട്ട് എവിടത്തേക്ക് വരണം? സ്വർഗത്തിലോ നരകത്തിലോ വരണം. നിങ്ങളുടെ കർമ്മഫലത്തിന് നിങ്ങൾക്ക് ഇപ്പോഴും സ്വർഗമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, ഈ പട്ടിയെ കേറ്റൂലെങ്കിൽ ഞാൻ സ്വർഗത്തിലില്ല എന്ന്. ഒരു പട്ടിക്ക് വേണ്ടി യുധിഷ്ഠിരൻ ഉപേക്ഷിച്ച സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് എത്ര ആളുകൾ പൊട്ടിത്തെറിക്കുന്നറിയാം. അത്ഭുതം തോന്നും. ഭീകരന്മാരുടെ അരയിൽ ഇങ്ങനെ ബോംബ് കിട്ടും. ഇത് ട്രെയിനിൽ വന്ന് പൊട്ടിത്തെറിക്കുമ്പോ ആര് ചത്തില്ലെങ്കിലും ഞാൻ ചാകുമെന്ന് ഈ ഭീകരൻ അറിയാം. എന്നിട്ട് ഇവരെന്താ മരിക്കാൻ കാരണം? മരിക്കാൻ ഇവര് ഭയമില്ലാത്ത എന്തുകൊണ്ടാ? സാമാന്യ വിശ്വാസപ്രകാരം അന്ത്യനാള് വരെ പള്ളി പറമ്പ് കിടക്കണം. എന്നാൽ ദൈവത്തിന് വേണ്ടി നടക്കുന്ന സമരത്തിൽ മരിച്ചാൽ ഓൺ ദ സ്പോട്ട് സ്വർഗ. അവിടെ 72 ഹൂറിമാർ അവനെ കാത്തുകിടക്കുന്നു എന്നൊക്കെയുണ്ട്. നിങ്ങൾ സ്ത്രീകൾക്ക് യാതൊരു സ്ഥാനവും ഇല്ല ആ സ്വർഗത്തിലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് അപ്സരസുകളുണ്ട്, ഗന്ധർവന്മാരുണ്ട്. പെണ്ണുങ്ങൾക്കാരുണ്ട്, ഗന്ധർവന്മാരുണ്ട്. പുരുഷന്മാർക്കോ അപ്സരസുകളുണ്ട്. പക്ഷെ ഇതൊന്നും മതിയാകാഞ്ഞിട്ട് ദേവേന്ദ്രൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ യഥാർത്ഥ തത്വവും യഥാർത്ഥ സത്യവും എവിടെ ഉണ്ട് എന്നുകൂടി ഭാരതത്തിന്റെ തത്വചിന്തകൾ നമ്മെ പഠിപ്പിക്കുന്നു. അതാണ് ഈ തിരിച്ചറിഞ്ഞ ഒന്നാമത്തെ ഹിന്ദു. രണ്ടാമത്തെ ഹിന്ദു ആരാ?